അപ്പോൾ നോമ്പിൻ്റെ മുന്നേ തന്നെ കുറേ സാധനങ്ങൾ റീഫിൽ ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പോയി വാങ്ങിച്ചു കൊണ്ടുവന്നു. അണ്ടിപ്പരിപ്പ്, നമ്മളെ ബ്ലാക്ക് റൈസിൻസ്, അതുപോലെ പരിപ്പ്, ചെറുപയർ, അതുപോലത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് പീനട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇടയിലൊക്കെ ഒന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ നോമ്പെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 10 വർഷമായി കേട്ടോ. 10 വർഷം ആയി എൻ്റെ വല്യമ്മ മരിച്ചിട്ടിപ്പം. ഈ ഒരു നോമ്പ് 15 ആകുമ്പം 10 വർഷമാവും കേട്ടോ. ഇംഗ്ലീഷ് മാസം നോക്കുകയാണെങ്കിൽ ജൂണിലായിരുന്നു. എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് 15ാമത്തെ ദിവസമാണ് കേട്ടോ എൻ്റെ വല്യമ്മ മരിച്ചിട്ടുള്ളത്. എനിക്ക് അതിന് ശേഷം നോമ്പെന്ന് പറയുമ്പം ആദ്യം ഓർമ്മ വരിക എൻ്റെ വല്യമ്മാനെ തന്നെയാണ് കേട്ടോ. അപ്പം നാട്ടിലൊക്കെ ഇപ്പോൾ ഭയങ്കര ചൂടാണെന്ന് അറിയാം. ഇവിടെ പക്ഷെ നല്ല തണുപ്പാണ് കേട്ടോ, നല്ല ക്ലൈമറ്റാണ്. അതുകൊണ്ട് വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ദുആയിൽ ഞങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു പുണ്യമാസത്തിൽ എല്ലാവരുടെ ദുആകളും അള്ളാഹ് സ്വീകരിക്കട്ടെ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.